നല്ല ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റ്. എൻ്റെ പൊന്നു, ഈ അടുത്ത് കഴിച്ച സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ക്യാമറ നോക്കിയോ? നല്ലാണ്. ഹായ് ബച്ചാമാരെ, വെൽക്കം ടു മൈ വീഡിയോ. ഹായ്, നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇപ്പം ബാറ്ററി റെഡിയാക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ M4 ടെക്കിലെ ജിയോ മച്ചാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടുണ്ടായി, ഡയറി മിൽക്ക് ഫ്രൈ ചെയ്യണതിൻ്റെ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയാണ്, ടേസ്റ്റ് ആണോ നല്ലതാണോ എന്നൊക്കെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം മൈദ ഒരു 2-3 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ലേശം ആ ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മതി, കാരണം ഇത് നമ്മുടെ ഡയറി മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഷുഗർ വേണ്ട. പിന്നെ ഇതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് കൈ കൊണ്ട് നമ്മൾക്ക് അത് ആ ബാറ്ററിൻ്റെ ഒരു പരിവം, അത് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ പഴംപൊരി എന്ത് ബാറ്റർ ഉണ്ടാക്കിയാലും ഒരു കുഴമ്പ് രീതിയിലിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കുക. ഈ ഒരു ഇതിൽ തന്നെ നല്ല രീതിയിൽ കിട്ടണം, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഡയറി മിൽക്കാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് ടൈം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി, എന്നാലേ ഒരു കറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അധികം മെൽറ്റ് ആവേണ്ടത് നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയണത്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒരു പാനിലെടുത്തിട്ട് നമ്മൾ ബാറ്ററിൽ ആ ചോക്ലേറ്റിൻ്റെ പീസ്, ഡയറി മിൽക്കിൻ്റെ പീസ് ഫ്രൈ ചെയ്ത് നോക്കണതാണ്. ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റാണോ, ഇത് നല്ലതാണോ, നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണതാണ്. ഞാനിത് ഉണ്ടാക്കാൻ കാരണം, ഇത് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം പേരൊന്നും ഇത് ട്രൈ ചെയ്തിട്ടില്ല. ജിയോ മച്ചാൻ വീഡിയോ ഇറക്കിയതിന് ശേഷം ഒരു ടീം മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇതിന് ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫാമിലി, അമ്മ, വൈഫ്, കൊച്ചിനൊക്കെ ഇത് കൊടുത്ത് നോക്കാനാണ്. ഇത് കൊടുത്ത് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടി നമ്മൾക്ക് അറിയണം. അപ്പം തന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുക്കാവുന്നൊരു രീതിയില്ലേ, മാവ് കുക്കായാൽ മതി. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കാം. ഇത് നമ്മൾ ഡയറി മിൽക്ക് 4 വാങ്ങിച്ച് അതിൽ 2 നമ്മൾ യൂസ് ചെയ്തുള്ളൂ. ഞാനും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കത് നശിപ്പിച്ച് കളയണ്ടല്ലോ, കൊച്ചിനായാലും കഴിക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കും വൈഫിനും കൊടുത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവർക്ക് കൊടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഇത് വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഒരു വെറൈറ്റി ആയിരിക്കണം ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് അമ്മക്കും വൈഫിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. എന്തായാലും അമ്മ തയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വൈഫിൻ്റെയും അമ്മയുടെയും ഒരു അഭിനയം കാണണം. എന്തായാലും അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സാധനം, കാരണം അങ്ങനെ അത് കഴിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നാലും ആ ഉഗ്രൻ എന്നൊക്കെ പറയണ, ക്യാമറ നോക്കി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞൊരു സീനൊക്കെ ഉണ്ട്. അതെ, ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വെറുതെയാണ്. എങ്ങനെയുണ്ട്? ക്യാമറ നോക്കിയോ? നല്ലാണ്.